വിശുപാലത്തിൽ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു DIY പ്രൊജക്റ്റാണ്. നമുക്കിതുപോലൊരു സി ഡ്രൈവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയ്ക്കും വലുതായി കാണാവുന്ന നല്ല അടിപൊളി ഒരു മൈക്രോസ്കോപ്പാണ്. ഇതുപോലെ സി ഡ്രൈവോ കമ്പ്യൂട്ടറിൻ്റെ സി ഡ്രൈവോ CD DVD പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും പഴയത് കളയാൻ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഴിച്ച് അതിൽ നിന്നൊരു ലെൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് വേണ്ട ഒരു CD ഡ്രൈവ് സംഘടിപ്പിച്ച് അത് തുറന്ന് നോക്കാം. ഇതിൽ CD DVD ഒക്കെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ലെൻസ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ലെൻസാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. ആ ലെൻസ് ഒരു കോയിലായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലെൻസ്. പക്ഷെ നമുക്കിതിൽ ഒരു ബോണസ് പോലെ ഒരു ചെറിയൊരു ലെൻസും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ലെൻസും കൂടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. മറ്റേതിൻ്റെ അത്ര മാഗ്നിഫിക്കേഷൻ ഇല്ല, പക്ഷേ 2 ലെൻസുകൾ നമുക്ക് കിട്ടി. ആദ്യം നമുക്ക് ചെറിയ ലെൻസ് ശരിയാക്കി എടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 4x ഷീറ്റാണ്. നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ ഷീറ്റിൽ ലെൻസിൻ്റെ കറക്റ്റ് വലുപ്പത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ ലെൻസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഫാൻ റൈസോമിൻ്റെ ഒരു പ്രീസെറ്റ് സ്ലൈഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് വലുതായി കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നത് തുണിയുടെ ഒരു ഫോട്ടോ ആണ്, നമ്മളുടെ ലെൻസിലെടുത്തതാണ്. ഈ ജീവികളെയും നമ്മളുടെ ലെൻസ് വെച്ച് നല്ല പോലെ വലുതായി കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നത് മൊയ്ന എന്ന പേരിൽ നമുക്ക് മീനുകൾക്ക് ലൈഫ് ഫുഡ് കൾച്ചർ ചെയ്യാൻ കിട്ടുന്ന ഡാഫ്നിയ എന്ന ജീവിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മെയിൻ ലെൻസ് ശരിയാക്കി എടുക്കാം. കൃത്യം വലുപ്പത്തിലുള്ള ഹോളായിരിക്കണം ഇടുന്നത്. കാരണം നമുക്ക് ആ ലെൻസ് അതിൽ കറക്റ്റായിട്ട് കയറിയിരിക്കണം. പിന്നെ ലെൻസിന് കുറച്ച് പുറത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുറച്ച് കഷ്ണം ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. നമ്മളുടെ ലെൻസിൻ്റെ ഫോക്കസ് വരുന്നത് ഏകദേശം 2 mm ഒക്കെയാണ്. അപ്പോൾ ആ 2 mm മുകളിലായിരിക്കണം
നമ്മളുടെ സ്പെസിമെൻ അല്ലെങ്കിൽ സ്ലൈഡ് ഇരിക്കുന്നത്. അപ്പോൾ ലെൻസുമ്മ തൊട്ടിരുന്നാൽ ഈ ഫോക്കസ് കിട്ടില്ല. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുക്കും. അപ്പോൾ നമുക്ക് ഫോക്കസ് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഒട്ടിച്ച് കൊടുക്കണില്ല, ജസ്റ്റ് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് വെച്ച് കൊടുക്കണുള്ളൂ. ഇനി സ്ലൈഡിൻ്റെ സ്പെസിമെനുള്ള ഭാഗമായിരിക്കണം ലെൻസിനോട് ചേർന്ന് വരുന്നത്. അപ്പോഴാണ് കറക്റ്റ് ഫോക്കസിൽ നമുക്ക് കിട്ടുക. എന്നിട്ട് ലെൻസ് മൊബൈലിൻ്റെ ക്യാമറയോട് ചേർത്ത് വെച്ച് ഫോക്കസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ ഫേൺ റൈസോമിലെ ഓരോ കോശങ്ങളും നമുക്ക് കൃത്യമായിട്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ കണ്ട ഡാഫ്നിയ തന്നെയാണ്. ഒരുപാട് വലുതായി കാണാൻ പറ്റും. ഈ ഓടി നടക്കുന്ന മുഴുവൻ പാരമീസിയാണ്. എത്ര അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റണത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് മൊബൈൽ വഴി മാത്രമല്ല നേരിട്ട് നോക്കാൻ പറ്റും. ഈ ഒരു സ്ലൈഡ് ഇതിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് ചെറിയൊരു വെളിച്ചത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കാണാം. അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടന്ന് ഉപയോഗിക്കാവുന്ന ഒരു സ്ലൈഡാണിത്. ഇങ്ങനൊരു കടലാസ് വെട്ടിയെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. നമുക്ക് വെക്കേണ്ട സ്പെസിമെൻ ഇതിൽ വെച്ച് ഇപ്പുറത്തെ സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പെസിമെൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു നടന്ന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ഇനി നമുക്കിത് പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. സ്ലൈഡ് ഇതേപോലെ തന്നെ ലെൻസിന് മുമ്പിൽ വെച്ച് നമ്മൾ സാധാരണ നോക്കുക ഈ സൈഡിൽ നിന്നാണ്. പകരം ഒരു മൊബൈലിൻ്റെ ഫ്ലാഷ് എടുത്ത് ബാക്കിൽ നിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു വെളുത്ത പ്രതലത്തിലേക്ക് ഏതെങ്കിലും ചുമരിലേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്, സിംഗിൾ ലെൻസിലാണ്. നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. എന്നാലും ഇതൊരു 100 മടങ്ങിന് മീതെ വലുതായി കാണാൻ പറ്റും. ഇനി ഇതുപോലെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പാണ് ഫോൾഡോസ്കോപ്പ്. അപ്പോൾ നമ്മളിതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കടലാസ് വെച്ച് അസംബിൾ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് അസംബിൾ ചെയ്യുന്നത് നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. 140 മടങ്ങ് വലുതായി കാണാവുന്ന മൈക്രോസ്കോപ്പാണിത്. ഇതും സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.